ഹായ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണഗതിയിൽ വെള്ളിയാഴ്ച നമ്മൾ പോസ്റ്റ് മാർക്കറ്റ് ചെയ്യാറുള്ളതല്ല അല്ലേ? പക്ഷേങ്കിൽ ഇന്ന് നമ്മളൊരു പോസ്റ്റ് മാർക്കറ്റ്, ഇന്നത്തെ മാർക്കറ്റിനെ പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ അതൊരു എന്താ പറയുന്നത്, ആറിയ കഞ്ഞി പഴങ്കഞ്ഞി ആയിപ്പോവും. അതായത് നമ്മൾ ആ പറയാനുള്ള കാര്യമേ ചൂടോടെ അങ്ങ് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ സംഭവം അത് ശരിയാവത്തില്ല. അപ്പം അതുകൊണ്ട് ജസ്റ്റ് കാര്യം അങ്ങ് പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചു. അപ്പം എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് രാവിലെ ഞാൻ ഇന്നലത്തെ മാർക്കറ്റും ഇന്നത്തെ മാർക്കറ്റും നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, ഇന്നലെ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇല്ലേ? ഇന്നലെ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു മാർക്കറ്റ് തിരിച്ച് കയറും, 25,000 എന്ന് പറഞ്ഞൊരു കട്ട സപ്പോർട്ടുണ്ട്, അത് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിലൂടെ തിരിച്ച് റിക്കവറി ആകും എന്ന് നമുക്കൊരു ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അല്ലേ? ആ പ്രതീക്ഷയുടെ ഒരു സെൻറ്റിമെൻറ്റ്സിൻ്റെ പുറത്താണ് നമ്മൾ പലരും സി പിടിച്ചിരുന്നു, പലരും സി ഹോൾഡ് ചെയ്തു. അങ്ങനെ അവസാന നിമിഷം വരെയും പ്രതീക്ഷയുടെ തിരുനാളം നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. പക്ഷേങ്കിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പം, ഇന്നലെ മാർക്കറ്റ് എവിടെയാണ് ക്ലോസ് ചെയ്തത്? 25,000 പൊട്ടിച്ച് അവസാനത്തെ ഒരു മണിക്കൂർ കൊണ്ട് മാർക്കറ്റ് വീണ്ടും ഒരു 100 പോയിൻ്റ് വീണ് ഏകദേശം 890 അല്ലേ? 890 മാർക്കറ്റ് ക്ലോസ് ചെയ്തു അല്ലേ? ഏകദേശം 110 പോയിൻറ്റോളം താഴെ ആണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത് ഇല്ലേ? അപ്പോൾ തന്നെ നമ്മൾ മണത്തു. എന്താ മണത്തത്? ഒരു ബെയറിഷ് സെൻറ്റിമെൻറ്റ്സ് നമ്മൾ മാർക്കറ്റിൽ മണത്തു. കാരണം നമ്മുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു. നമ്മുടെ പ്രതീക്ഷ മുഴുവൻ നമ്മുടെ ട്രെൻഡ് ലൈൻ, നമ്മൾ വരച്ചിട്ടിരുന്ന ട്രെൻഡ് ലൈനും ആ 25,000 എന്നുള്ള ആ സൈക്കോളജിക്കൽ സപ്പോർട്ടുമായിരുന്നു നമ്മുടെ മെയിൻ സംഭവം. പക്ഷേങ്കിൽ അത് മാർക്കറ്റിന് ഇന്നലെ നിലനിർത്താൻ പറ്റിയില്ല ഇല്ലേ? അപ്പം നമ്മൾ പിന്നെ അതിന് ശേഷം ഒരു 10, 30, 40 പോയിൻറ്റ് താഴെയാണെങ്കിൽ പിന്നെ നമുക്ക് പ്രതീക്ഷ ആയിരുന്നു. ഒരു ഗ്യാപ്പ് അപ്പോടുകൂടി 25,000 മുകളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു പക്ഷേ മുകളിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു. പക്ഷേ അതും ആ പ്രതീക്ഷ നഷ്ടപ്പെട്ട് 110 പോയിൻറ്റോളം പിന്നെയും താഴെയാണ് ക്ലോസ് ചെയ്തത്. അപ്പം ഞാൻ ഇന്നലെ വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് പ്രീ മാർക്കറ്റ് ചെയ്തപ്പോൾ ഞാനതിൽ ഇട്ടിരുന്ന ക്യാപ്ഷനും ആ പിക്ചർ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും. കത്തിക്കൊണ്ടിരുന്ന ഒരു വിളക്ക്, അല്ലെങ്കിൽ ഒരു മെഴുകുതിരി നാളം തല്ലിക്കെടുത്തിയ എൻ്റെ മുഖത്ത് വിഷണ്ണനായിട്ടിരിക്കുന്ന ഒരു കാളയാണ് ഞാൻ വെച്ചിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പലരും എന്നോട് ചോദിക്കാറുണ്ട്, സാർ മാത്രം എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള പിക്ചറുകൾ ഇടുന്നത്. ഞാൻ പറഞ്ഞു, എന്തുകൊണ്ടാണ് ഞാൻ വ്യത്യസ്തമായിട്ടുള്ള പിക്ചറുകളും വ്യത്യസ്തമായിട്ടുള്ള ക്യാപ്ഷൻ ഇടുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കാൻ വേണ്ടിയാണ്. അത് പഠിപ്പിക്കുന്നതിൻ്റെ ഒരു സൈക്കോളജി കൂടാണ് ഇല്ലേ? നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും കാര്യം പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കും ഇല്ലേ? അപ്പോൾ ഞാൻ ഈ ട്രേഡിങ് സമയത്തൊക്കെ ഈ തമാശ പറയുന്നത്, ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ആ ലെവലുകളൊക്കെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയാണ് ഇല്ലേ? ഇപ്പോൾ നമ്മളിവിടെ വരച്ചിട്ട് എന്നും നമ്മൾ ലെവലുകൾ വരയ്ക്കുന്നില്ല, ശരിയല്ലേ? നമ്മൾ ലെവൽ വരയ്ക്കുന്നില്ല. നമ്മൾ ആഴ്ചയിൽ ഒരിക്കലും 1-2 പ്രാവശ്യം അല്ലെങ്കിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ്സ് മാത്രമേ എഴുതുള്ളൂ. ബാക്കിയുള്ള ലെവലുകളെല്ലാം പെർമനൻ്റ് ആണ് അല്ലേ? അപ്പോൾ ആ ലെവലുകളൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഹൃദയസ്ഥമാണ്. അപ്പോൾ നമ്മൾ ആ രീതിയിൽ തലവരെയെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പടം വെച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, അത് നിങ്ങളുടെ മനസ്സിൽ ആ ലെവൽ, ആ ഏരിയ മനസ്സിൽ ഹൃദയസ്ഥമാകാൻ വേണ്ടിയാണ്. അപ്പോൾ അതൊരു പഠിപ്പിക്കുന്നതിൻ്റെ ഒരു സൈക്കോളജിയാണ്. അപ്പോൾ നമ്മൾ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും കാര്യം, ഇപ്പോൾ എല്ലാവരും നടന്നു പോകുന്നു, എല്ലാവരും ഒരു കൂട്ടം ആൾക്കാർ നടന്നു പോകുന്നു അല്ലേ? എല്ലാവരും ഒരുപോലെ നടന്നു പോകുന്നു. അതിനകത്തൊരു മുടന്തനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മുടന്തനെ ആയിരിക്കും ആദ്യം ശ്രദ്ധിക്കുന്നത് അല്ലേ? അപ്പോൾ ആ മുടന്തനെ ഒരുപക്ഷെ നമ്മൾ അവനെ നോട്ടീസ് ചെയ്യും. പിന്നെ വേറെങ്കിലും എവിടെ ഒരു കൂട്ടം വെച്ച് നമ്മൾ ആ മുടന്തനെ കണ്ടാൽ പെട്ടെന്ന് നമ്മൾ ഓർക്കും, ശരിയല്ലേ? അതേസമയം ഈ 10 പേർ ഒന്നിച്ച് നടന്നു പോകുമ്പോൾ 10 പേർ ഒരുപോലുള്ള ആൾക്കാരാണ്, നമ്മൾ അവരെ എവിടെയെങ്കിലും പോയി കണ്ടാവും നമ്മൾ ഓർക്കുമോ? ഓർക്കാൻ സാധ്യതയില്ല. പക്ഷേ അതിനകത്തിൽ വ്യത്യസ്തനായിട്ടുള്ള ഒരാളെ കണ്ടപ്പോൾ നമ്മൾ ഒരു പക്ഷേ ആ ആളെ നമ്മൾ ഓർത്തിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഉള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുമ്പം, അല്ലെങ്കിൽ ചാർട്ടുകൾ വരയ്ക്കുമ്പം, അല്ല ഇതിനെപ്പറ്റി സംസാരിക്കുമ്പം വ്യത്യസ്തമായിട്ട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അത് മനസ്സിലിരിക്കാൻ വേണ്ടി മാത്രം ഉള്ള ഒരു നുറുങ്ങ് വിദ്യ എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമ്മുടെ ടോപ്പിക് അതല്ല. അപ്പം മാർക്കറ്റ് അതിന് ശേഷം, അപ്പം ഇന്ന് രാവിലെ ഞാൻ മെസ്സേജ് ഇട്ടപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ ചേരാൻ വേണ്ടി ഒത്തിരി പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഗ്രൂപ്പ് ഓൾമോസ്റ്റ് ഫുള്ളായി. ഇനി അതിന് ഞാനൊരു കുറച്ച് ശുദ്ധീകരണം നടത്തുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് പുതിയ ആൾക്കാരെ അതിൽ ആഡ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കണം. ഇനി വീണ്ടും ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ എനിക്ക് താല്പര്യമില്ല. കാരണം ഓൾറെഡി ഇപ്പോൾ തൽക്കാലം 3 ഗ്രൂപ്പുണ്ട്. അപ്പം ഇനി ഒരു ഗ്രൂപ്പ് എനിക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ഇതൊക്കെ മാനേജ് ചെയ്യാനൊക്കെ ഭയങ്കര പാടാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി ഒരു ഗ്രൂപ്പ് ഉണ്ടാകുന്നില്ല. അപ്പോൾ കുറച്ച് പേരെ എടുത്ത് കളഞ്ഞിട്ട് കൃത്യമായിട്ട് നമ്മൾ ഇതിനകത്തിൽ ലൈവായിട്ടുള്ളവരെയും ആക്റ്റീവായിട്ടുള്ളവരെയും മാത്രം നിലനിർത്തിക്കൊണ്ട് ബാക്കിയുള്ളവരെ എടുത്ത് കളയാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ അത് ചെയ്യും. ഓക്കെ, അപ്പം നമുക്ക് ഇതിനകത്ത് തന്നെ കുറച്ച് കള്ളന്മാരും ഉണ്ട്, അത് നമുക്കറിയാം. അപ്പോൾ ഇവരെയൊക്കെ തെരഞ്ഞു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് നമ്മൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇവരെയൊക്കെ പുറത്താക്കും. അപ്പം അതിനുശേഷം നമുക്ക് പുതിയ ലിങ്ക് ഞാൻ അയക്കാം. അതുകൊണ്ടാണ് ലിങ്ക് അവിടെ നിന്ന് റീസെറ്റ് ചെയ്യേണ്ട കാര്യം. അപ്പോൾ അതിനിടെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പം രാവിലെ ഞാൻ പ്രീ മാർക്കറ്റിൻ്റെ വോയിസ് ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞു, മാർക്കറ്റ് ബെയറിഷ് സെൻറ്റിമെൻറ്റ്സ് ആണ്, നമുക്ക് മാർക്കറ്റ് താഴോട്ട് മാത്രമേ ഒരു വ്യൂ ഉള്ളൂ, മുകളിലോട്ട് നമുക്ക് വ്യൂ ഇല്ല എന്ന് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു ഇല്ലേ?
പിന്നെ ഞാൻ രണ്ടാമത് മെസ്സേജ് ഇട്ടു. അതിന് ശേഷം മാർക്കറ്റ് താഴോട്ട് ഇറങ്ങിയതിന് ശേഷം ഞാൻ വീണ്ടും മെസ്സേജ് ഇട്ടു. എവരി ഹൈ ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ സെൽ ഓഫ് എന്ന് ഞാൻ രണ്ടാമത് പറഞ്ഞായിരുന്നു ഇല്ലേ. എത്ര മാർക്കറ്റ് മുകളിലോട്ട് കയറുന്നു അവിടുന്ന് താഴോട്ട് സെൽ ഓഫ് വരാനുള്ള സാധ്യത ഉണ്ട് എന്ന് ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു ഇല്ലേ. ഞാൻ എഴുതിയിട്ടിരുന്നതാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഒരു മിനിറ്റ് നോക്കിക്കോട്ടെ എന്താണ് ഞാൻ ആ ഗ്രൂപ്പിൽ ഞാൻ എഴുതിയെന്ന് ഞാനൊന്ന് നോക്കിക്കോട്ടെ. ഒരു മിനിറ്റ്, ഞാൻ എന്തോ എഴുതിയേ, ഒരു മിനിറ്റ്. ഓക്കെ, ആ മാർക്കറ്റ് ഫസ്റ്റ് ഞാൻ മാർക്കറ്റ് ഇട്ടതിന് ശേഷം മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വന്നില്ലേ. 4 ക്യാൻഡിൽ താഴോട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു ബുക്ക് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓൾറെഡി മാർക്കറ്റ് താഴോട്ട് തന്നെ ഇറങ്ങി വരാനുള്ള സാധ്യതയാണ് എന്ന് പറഞ്ഞ് ഞാൻ താഴോട്ട് അടുത്ത് നമ്മുടെ ലൈൻ എത്താറായപ്പോഴത്തേക്ക് ഞാനത് ബുക്ക് ചെയ്യാൻ ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാനവിടെ താഴെ ഇങ്ങനെ എഴുതി ബുക്ക് ആൻഡ് വെയിറ്റ് ഫോർ അനദർ ഹൈ ഇല്ലേ. അടുത്തൊരു അനദർ ഹൈക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അവിടുന്ന് വീണ്ടും നമ്മൾ താഴോട്ടുള്ള ട്രേഡ് നോക്കുക. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് PE അങ്ങനെ കോളോ തരുന്നൊരു പരിപാടി എനിക്കില്ല. ഞാൻ ആർക്കും അങ്ങനെ കോൾ കൊടുക്കാറുമില്ല. അങ്ങനെ ഒരു സെറ്റപ്പും എനിക്കില്ല. പക്ഷേ എന്തിനാണ് ഞാൻ അങ്ങോട്ട് തരുന്നത്? അതിനേക്കാളൊക്കെ എത്ര മനോഹരമായിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം അത് തന്നെയാണ്. നിങ്ങൾ ആ കാര്യം മനസ്സിലാക്കണം. എനിക്ക് CE കോൾ കൊടുത്ത് എനിക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഞാൻ അങ്ങനെ കൊടുത്തിട്ടുണ്ട് നേരത്തെ. പക്ഷേ ആ പരിപാടി ഞാൻ നിർത്തി. കാരണം നമ്മൾ 100 കോൾ കൊടുത്ത് വിജയിച്ചു കഴിഞ്ഞാലും ഒരു കോളിന് എന്തെങ്കിലും തെറ്റ് പറ്റി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 1 or 2 കോള് സ്റ്റോപ്പ്ലെസ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന നമ്മുടെ മലയാളികളുടെ സ്വഭാവം മുഴുവൻ മാറും. അത് ഞാൻ അനുഭവിച്ചതാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഞാൻ ആ പരിപാടി നിർത്തിയത്. അത് എന്നെ അടുത്തറിയുന്നവർക്ക് അറിയാം. അവരിപ്പോഴും നിർബന്ധിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ആ പരിപാടി അന്നുകൊണ്ട് സ്റ്റോപ്പ് ചെയ്തു. കാരണം കണ്ടിന്യൂസ് ആയിട്ട് പ്രോഫിറ്റ് വന്നതിന് ശേഷം 1 or 2 പ്രാവശ്യം സ്റ്റോപ്പ്ലെസ് അടിക്കുമ്പോൾ ഈ പറഞ്ഞ സെൻറ്റിമെൻറ്റ്സ് എല്ലാം മാറും, സ്വഭാവം എല്ലാം മാറും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ പരിപാടിയേ നിർത്തി. അപ്പം ഇത് എന്ത് ക്ലിയർ കട്ടാണ്. നിങ്ങൾക്ക് എത്ര മനോഹരമായിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ലെവൽസുകൾ വെച്ചിട്ട് ഞാൻ ഈ പറയുന്ന മാർഗ്ഗനിർദ്ദേശങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ട്രൈക്ക് കണ്ടുപിടിച്ച് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം. അവരവരുടെ ക്യാപിറ്റലിൻ്റെ അവരവരുടെ കപ്പാസിറ്റി അനുസരിച്ച് അവരുടെ കയ്യിലുള്ള പൈസയ്ക്ക് അനുസരിച്ചുള്ള സ്ട്രൈക്ക് എടുത്ത് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ട്രേഡ് അത് നിങ്ങൾക്ക് വിജയിക്കാനും പറ്റുന്നുണ്ട്. അതിൻ്റെ തെളിവ് എനിക്ക് ധാരാളം ആൾക്കാർ അയച്ചു തരുന്നുണ്ട്. ഞാൻ പിന്നെ ഈ സ്ക്രീൻഷോട്ട് പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. മനസ്സിലായില്ലേ? അത് നമ്മുടെ ഈ വീഡിയോയുടെ താഴെ തന്നെ കമൻറ്റുകൾ വായിച്ച് നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ ഇന്നലെ എൻ്റെ അടിയിൽ ഒരാൾ കമൻറ്റ് എഴുതിയേക്കെന്ന് കണ്ടു, സാർ ഇതിൽ എത്ര പേര് സ്ഥിരമായിട്ട് പ്രോഫിറ്റ് എടുക്കുന്നുണ്ട്. ആ കമൻറ്റ് വായിച്ച് നോക്കിയാൽ മതിയല്ലോ, അറിയാമല്ലോ. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം ഇത്ര മനോഹരമായിട്ട് എന്നെക്കൊണ്ട് കഴിയാവുന്ന രീതിയിലുള്ള എല്ലാ മാർക്കറ്റിനെ പറ്റിയുള്ള അവലോകനങ്ങളും ഞാൻ ഗ്രൂപ്പിനകത്ത് നൽകാറുണ്ട് ഇല്ലേ. അത് വെച്ചിട്ട് നിങ്ങൾക്ക് സുന്ദരമായിട്ട് ട്രേഡ് എടുക്കാനും പറ്റുന്നുണ്ട്. അഥവാ 1 or 2 പ്രാവശ്യം തെറ്റിയാലും അതെങ്ങനെ തെറ്റി എന്നുള്ള നിങ്ങൾക്ക് തന്നെ അതിനകത്തിലൊരു അവബോധം വരുന്നുണ്ട്. ആ അവബോധം വെച്ചിട്ട് അടുത്ത പ്രാവശ്യം നിങ്ങൾക്കത് കറക്റ്റ് ചെയ്യാനും പറ്റുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ ട്രേഡ് എടുക്കാൻ പഠിപ്പിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ എനിക്കുള്ളൂ. അതായത് ഡിപ്പെൻഡൻസി കുറയ്ക്കുക, മറ്റുള്ളവരുടെ ആശ്രിതത്വം കുറയ്ക്കുക, സ്വന്തം കാലിൽ നിന്ന് ട്രേഡ് ചെയ്ത് നിങ്ങൾ വിജയിക്കാൻ പഠിക്കുക, വിജയിച്ച് തെളിയിക്കുക. അങ്ങനെ ധാരാളം ആൾക്കാർ ചെയ്യുന്നുണ്ട്. ധാരാളം ആൾക്കാർ സെബി പറയുന്നത് എത്രയാണ്? 100-7 പേര് മാത്രമേ വിജയിക്കുന്നുള്ളൂ പറയും. പക്ഷേ നമ്മുടെ ഗ്രൂപ്പിനകത്തിൽ 100-7 പേരാണോ? 150 പേരിൽ കൂടുതൽ വിജയിക്കുന്നുണ്ട്. 150 ഗ്യാരണ്ടിയാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ കമൻറ്റിന് താഴെ എന്നെ തെറി വിളിച്ചു, ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ എന്നെ തെറി വിളിച്ചു. 100 പേരിൽ 50 പേരിൽ കൂടുതൽ ഈ ഓപ്ഷൻ ബൈങ്ങിനകത്തിൽ നമ്മുടെ ഗ്രൂപ്പിൽ വിജയിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ തെറി വിളിച്ചു. അല്ലെങ്കിൽ നിങ്ങൾക്ക് പണ്ടുണ്ടായ ഭീമമായ ലോസിനെ വളരെയധികം കൺട്രോൾ ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റി എന്ന് നിങ്ങൾക്ക് സ്വയം ആത്മപരിശോധന നടത്തുക. നിങ്ങൾ സ്വയം മുന്നേ എങ്ങനെയായിരുന്നു, ഇപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് നിങ്ങൾ സ്വയം വിചിന്തനം ചെയ്യുക, സ്വയം ആത്മപരിശോധന നടത്തുക. എന്താണ് എനിക്കിപ്പോൾ സംഭവിക്കുന്നത്, എനിക്കിപ്പോൾ എന്താണ് സംഭവിച്ചത്, ഞാനിപ്പോൾ എങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നത്, അഥവാ എനിക്ക് ലോസ് പോയാലും എൻ്റെ ലോസിന് എനിക്ക് കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റുന്നുണ്ടോ, എൻ്റെ നഷ്ടത്തെ എനിക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ തന്നെ സ്വയം വിചിന്തനം ചെയ്തിട്ട് ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. അപ്പം ഇന്നത്തെ മാർക്കറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ അതിനുശേഷം വീണ്ടും മാർക്കറ്റ് താഴോട്ട് വന്നപ്പം ഞാനൊരു ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ പടം ഇട്ടു. ഓപ്പൺ ഇൻട്രസ്റ്റ് ഇട്ടിട്ട് പറഞ്ഞു, നോക്കിക്കേ, ആ ഓപ്പൺ ഇൻട്രസ്റ്റ് ഇട്ട് നിങ്ങൾ ഗ്രൂപ്പിൽ പോയി നോക്കിയാൽ മതി. ഞാൻ ഈ ബുക്ക് ആൻഡ് വെയിറ്റ് ആൻഡ് അനദർ ഹൈ എന്ന് പറഞ്ഞതിന് ശേഷം അതിൻ്റെ താഴെ ഞാനൊരു ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഇട്ടായിരുന്നു. അതിനകത്ത് നോക്കിക്കേ, കോൾ സൈഡ് ഭയങ്കരമായിട്ട് ഹ്യൂജ് വോളിയുമാണ്. കോൾ റൈറ്റിംഗ് സൈഡിൽ ഹ്യൂജ് വോളിയുമാണ്. എന്നാൽ പുട്ട് സൈഡിലാണെങ്കിൽ വോളിയം വളരെ കുറവാണ്, റൈറ്റിങ്സ് വളരെ കുറവ്. ഇതെന്താ സൂചിപ്പിക്കുന്നത്? മാർക്കറ്റിൽ ഭയങ്കരമായിട്ട് സെൽ ഓഫ് നടക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം സെല്ലേഴ്സ് ഭയങ്കരമായിട്ട് കോൾ സൈഡിൽ റൈറ്റ് ചെയ്ത് മാർക്കറ്റിനെ താഴോട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ക്ലിയർ ആയിട്ട് ഞാൻ 2 സൈഡിലും വരച്ച് ഞാൻ ഇട്ട് കറക്റ്റായിട്ട് ഇൻഡിക്കേഷൻ വരെ ഇട്ടു. ഇതാ നോക്ക്, നിങ്ങൾ ഒരു സൈഡിൽ വളരെയധികം ഹ്യൂജ് റൈറ്റിങ്ങും 1 സൈഡിൽ കുറവും.
ഞാൻ വരച്ചിട്ടു ഇല്ലേ. അതിനുശേഷം വീണ്ടും മാർക്കറ്റ് ഒരു മേലോട്ട് ചെറിയൊരു പുൾ ബാക്ക് നടത്തി അതിനുശേഷം വീണ്ടും മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി ഇല്ലേ. വീണ്ടും ഒരു ഹൈ കിട്ടി, അവിടെ സെല്ലെടുത്തവരുണ്ട്. അതിൽ വീണ്ടും നമുക്കൊരു ന്യായം പാലിക്കാൻ അവസരം കിട്ടി. മാർക്കറ്റ് അവിടെ നിന്ന് വീണ്ടും താഴോട്ട് വന്ന് കറക്റ്റ് നമ്മുടെ സപ്പോർട്ട് എടുത്തു. എത്രയാണ് ആ സപ്പോർട്ട്? എത്രയായിരുന്നു? ഒരു സെക്കൻഡ് ഞാൻ നോക്കിക്കോട്ടെ. ഞാനിത് ചാർട്ടോടെ തുറന്ന് വെച്ചേക്കാം, പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. കറക്റ്റ് നമുക്ക് വന്ന് സപ്പോർട്ട് എടുത്തത് എത്രയാണ്? നമ്മുടെ 24,753 വന്ന് മാർക്കറ്റ് വന്ന് സപ്പോർട്ട് എടുത്തു, 753 അല്ലേ. അതിനുശേഷം ആ ഏരിയയിൽ കുറേ നേരം ആടിക്കളിച്ചു. അതിനുശേഷം അവിടെ കുറേ നേരം ഇങ്ങനെ ആടിക്കളിച്ചതിന് ശേഷം മാർക്കറ്റ് അവിടുന്ന് മുകളിലോട്ട് കയറുന്നു എന്നൊരു പ്രതീതി വരുത്തി ഇല്ലേ. മാർക്കറ്റ് അവിടുന്ന് മുകളിലോട്ട് കയറുന്നു എന്നൊരു പ്രതീതി വരുത്തി. അപ്പോൾ അവിടെ ധാരാളം ആൾക്കാർ സി എടുത്തു. മാർക്കറ്റ് ഇവിടുന്ന് കയറുകയാണ്. ധാരാളം ആൾക്കാർ സി എടുത്തപ്പോഴും അവിടെ അപ്പോൾ ഞാൻ ഓപ്പൺ ഇൻട്രസ്റ്റ് വെച്ച് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, മാർക്കറ്റിൽ സെൽ ഓഫ് ആണ്, തിരിച്ച് താഴോട്ട് ഇറങ്ങി വരാനുള്ള സാധ്യതയാണ് വളരെ കൂടുതൽ എല്ലാ ഇൻഡിക്കേഷനും ഞാൻ തന്നു ഇല്ലേ. അതിനുശേഷം അവിടുന്ന് സി എടുത്ത ആൾക്കാരുണ്ട്, അവർക്കെല്ലാം 8ൻ്റെ പണി കിട്ടി. ഞാൻ ഓൾറെഡി ഗ്രൂപ്പിൽ കമൻറ്റ് ചെയ്തു, സി എടുത്ത് പണി മേടിച്ചവർക്കെല്ലാം നമോ ഭാഗം എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ പള്ളിയിലോട്ട് പോയത് ഇല്ല. ഞാനപ്പം എൻ്റെ പൊസിഷൻ ഞാൻ അപ്പോഴും ഹോൾഡായിരുന്നു. കറക്റ്റായിട്ട് ഞാൻ 60 24,800 ഞാൻ 60 രൂപയ്ക്കെങ്ങാണ്ടാണ് കയറിയത്. ഞാനൊരു 110 രൂപ സ്റ്റോപ്പ് ലോസ് ടാർജറ്റ് ഇട്ട് വെച്ചിരുന്നു. അത് ഞാൻ പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും അത് ഓൾറെഡി എല്ലാം സെറ്റായി അടിച്ച് കിടക്കുകയാണ്. 110 രൂപ ടാർജറ്റ് അടിച്ച് അവിടെ കിടക്കുകയാണ്. ഞാൻ അത് നോക്കാനേ പോയില്ല. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇവിടെ ഒരു മാർക്കറ്റ് മുകളിലോട്ട് പോകുന്ന ഒരു പ്രതീതിയെ നമുക്ക് വേണ്ട. കാരണം അത്രയ്ക്ക് സെൽ ഓഫാണ് മാർക്കറ്റിൽ. കാരണം നമ്മുടെ മെയിൻ സപ്പോർട്ട് പൊട്ടിക്കഴിഞ്ഞു ഇല്ലേ. മാർക്കറ്റ് ബെയറിഷ് സെൻറ്റിമെൻറ്റ്സ് ആണ്. അതിൻ്റെ കൂടെ കൂനിന്മേൽ കുരുപോലെ ഇന്നലെ ഫാർമയ്ക്ക് 100% താരിഫ് അടിച്ചു കൊടുത്തു. താരിഫിൻ്റെ അഗ്രസീവായിട്ടുള്ള ഒരു വേർഷൻ പിന്നെയും ട്രംപ് ഇറക്കി ഇല്ലേ. അപ്പോഴത്തേക്ക് പിന്നെ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സേ മാറിപ്പോയി. റീറ്റെയിലേഴ്സ് എല്ലാം സെൽ ഓഫ് നടത്തി. അതുപോലെ തന്നെ നിഫ്റ്റി 50 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 90% സ്റ്റോക്കും റെഡിലാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നോക്കുമ്പോഴത്തേക്ക് നിഫ്റ്റി താഴോട്ട് വരാനുള്ള സാധ്യതകളാണ് ഏറ്റവും കൂടുതൽ. അതിനുശേഷം മാർക്കറ്റ് ഇങ്ങനെ മുകളിലോട്ട് കയറുന്നു എന്ന് തോന്നിച്ചതിന് ശേഷം മാർക്കറ്റ് അവിടെ നിന്ന് ഒരു ഭീകരമായ സെൽ ഓഫ്, അതായത് നമ്മുടെ 24,753 ആ സപ്പോർട്ട് പൊട്ടിച്ച് നേരെ മാർക്കറ്റ് താഴോട്ട് പോരുന്നു ഇല്ലേ. താഴോട്ട് പോകുന്നു. അപ്പോൾ ഞാൻ പള്ളിയിൽ കയറുന്നതിന് മുമ്പേ ഒരു കരടിയുടെ പടം താഴെ 24,640 അവിടെ ഒരു കരടിയുടെ പടം അവിടെ വെച്ച് ഞാൻ സ്ക്രീൻഷോട്ട് ഗ്രൂപ്പിലിട്ടിട്ടാണ് ഞാൻ പോയത് ഇല്ലേ. അപ്പോൾ പലരും അത് കണ്ട് ചിരിച്ചു, പലരും കമൻറ്റ് എനിക്ക് പേഴ്സണലായിട്ട് അയച്ചു. അപ്പോൾ ഞാനത് മൈൻഡ് ചെയ്തില്ല. അപ്പോൾ കാരണം എനിക്ക് 100% ഉറപ്പായിരുന്നു. അങ്ങനെയാണ് പറയാം, എൻ്റെ കൺവിക്ഷൻ അങ്ങനെ ആയിരുന്നു ഇല്ലേ. ആ മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വരും എന്നുള്ളത്. അതുപോലെ തന്നെ മാർക്കറ്റ് വീണ്ടും അവിടുന്ന് 640 മാർക്കറ്റ് ഇറങ്ങി വന്നു. ആ ഏരിയയിൽ തന്നെ സസ്റ്റെയിൻ ചെയ്ത് അവിടെ തന്നെ ക്ലോസ് ചെയ്തു ഇല്ലേ. മാർക്കറ്റ് ക്ലോസ് ചെയ്ത് 640 654 മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. അത് നമ്മുടെ 640 തൊട്ട് മുകളിൽ ആ ഏരിയ വന്ന് സസ്റ്റെയിൻ ചെയ്ത് 654 മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, നമ്മൾക്ക് ഒരു ക്ലിയർ ഇൻഡിക്കേഷൻ ആയിരുന്നു മാർക്കറ്റ് എന്ന് ബെയറിഷ് സെൻറ്റിമെൻറ്റ്സ് ആണെന്നുള്ള കാര്യം. അതിനുള്ള എല്ലാ മാർഗ്ഗനിർദ്ദേശങ്ങളും ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിനകത്ത് തരികയും ചെയ്തു. അതിന് ശേഷം വീണ്ടും പിന്നെയും അതിൻ്റെ സിയുടെ പുറകെ പോയവരോട് എനിക്ക് പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പം വിശദമായിട്ട് ഞാൻ നമ്മുടെ വീക്കിലി അനാലിസിൽ ഞാൻ ഓൾറെഡി ചെയ്യാം. അപ്പം ഞാൻ ഈ പറഞ്ഞതിൻ്റെ താല്പര്യം, ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ 2 കൂട്ടർ മാർക്കറ്റിലുണ്ട് ഇല്ലേ. ഒന്ന് സെൻറ്റിമെൻറ്റ്സ് വെച്ച് ട്രേഡ് ചെയ്യുന്നവരും ഒന്ന് ചാർട്ട് ബേസ്ഡ് ട്രേഡ് ചെയ്യുന്നവരും ഇല്ലേ. ഇന്ന് ഇത് രണ്ടും കൂടെ ഒത്തിണങ്ങി വന്നു. അപ്പോൾ രണ്ടും കൂടെ ഒത്തിണങ്ങി വരുമ്പോൾ എന്താണ്, അവിടെ പെർഫെക്ഷൻ ഭയങ്കര കൂടുതലായിരിക്കും. മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് ബെയറിഷ് ആണെന്ന് നമ്മൾ മുന്നേ കൂട്ടി നമുക്ക് മനസ്സിലായി ഇല്ലേ. അതിൻ്റെ കൂടെ നമ്മുടെ ചാർട്ടും ക്ലിയർ ആയിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്ത് രണ്ടും കൂടെ ഒന്നിച്ചപ്പോഴത്തേക്ക് 2 ബലവാന്മാർ തമ്മിൽ ഒന്നിച്ചു കൂടി എന്താ സംഭവിക്കുന്നത്, ആരെയും കീഴ്പ്പെടുത്താൻ പറ്റും ഇല്ലേ. എന്ന് പറഞ്ഞ പോലെ രണ്ടും ഒരേ ഡയറക്ഷനിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് നല്ലൊരു ഒരു ഗെയിൻ അച്ചീവ് ചെയ്യാനുള്ളൊരു സാഹചര്യം അവിടെ ഉണ്ടാക്കി. അത് വെച്ച് ധാരാളം ആൾക്കാർ ഇന്ന് പൈസ ഉണ്ടാക്കി. ഓക്കെ, അപ്പം എല്ലാവരും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പം ഇത് ജസ്റ്റ് ഒന്ന് പറയണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ നമുക്കത് ഒരിക്കലും നമ്മൾ മാർക്കറ്റിനെതിരെ പോലെ നമ്മൾ മാർക്കറ്റിൻ്റെ കൂടെ പോവുക. മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് എന്താണോ അത് നമ്മൾ മനസ്സിലാക്കി അതിൻ്റെ കൂടെ നമ്മൾ ട്രേഡ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു പറയാൻ. അപ്പോൾ എല്ലാവർക്കും ഒരു ഒരു ഹാപ്പി വീക്കെൻഡ് ആശംസിക്കുന്നു. മാർക്കറ്റിനെ വിടുക, ഫാമിലിയോട് എൻജോയ് ചെയ്യുക. ഇതിന് ഇടയ്ക്ക് ഞാൻ 2-3 പഴയ വീഡിയോ ഞാൻ ഗ്രൂപ്പിലിടാം, നിങ്ങളതൊക്കെ കാണാൻ ശ്രമിക്കുക. അത്യന്താവശ്യമായിട്ട് നിങ്ങൾ പ്രത്യേകിച്ച് ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ വീഡിയോയും പിന്നെ ചാർട്ടിൽ എങ്ങനെ ട്രേഡ് എടുക്കാനുള്ള വീഡിയോ അങ്ങനെയുള്ള കാര്യങ്ങൾ കുറേ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ 2 പ്ലേലിസ്റ്റ് ഉണ്ട്, അത് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. സ്പെഷ്യൽ വീഡിയോസ് എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. നിങ്ങൾ സമയം കിട്ടുമ്പോൾ നിങ്ങളത് കാണാൻ
കാണാൻ ശ്രമിക്കുക, നമ്മുടെ പ്രൈസ് ആക്ഷൻ സീരീസ് കാണാൻ ശ്രമിക്കുക. ഇതൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് സ്വന്തം കാലിൽ നിന്ന് ആരുടെയും സഹായം ഇല്ലാതെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അതിനുള്ള എല്ലാ സെറ്റപ്പും ഈ ഗ്രൂപ്പിനകത്തിലുണ്ട്, ഈ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പം എല്ലാവർക്കും ഒരു ഹാപ്പി വീക്കെൻഡ് ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.